എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളൊരു ചുരിദാർ ടോപ്പാണ് കട്ട് ചെയ്യുന്നത്. ഒരു യൂണിഫോമാണ്. ഈ മെഷർമെൻറ്റിൽ നമുക്കൊരു ചുരിദാർ കട്ട് ചെയ്യുന്ന രീതിയാണ് ഇന്നത്തെ ക്ലാസ് പഠിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം. ഓക്കെ, ചുരിദാറിൻ്റെ അളവെടുക്കുന്നത് ഈ ഷോൾഡർ മുതൽ നമ്മൾ ഇഞ്ചേന്ന് നമ്പറില്ലേ 1, 2 ആ വിളിച്ചിട്ട് നമുക്ക് എവിടം വരെ ഇറക്കം വേണോ അവിടം വരെയുള്ള ഇറക്കം പിടിക്കുക. അപ്പോൾ 40 ആയിരിക്കും, 42 ആയിരിക്കും, 35 എത്ര വേണമെന്ന് വെച്ചാൽ എടുക്കുക. പിന്നെ ഷോൾഡറിൻ്റെ ലെന്ത് എടുക്കുന്നത് ഇവിടുന്ന് ഈ ബോൺ മുതൽ ഈ ബോൺ വരെ. ഇപ്പം ബാക്കിൽ നിന്ന് വേണം നമുക്ക് ഷോൾഡർ ആളിനെ തിരിച്ച് നിർത്തിയിട്ട് ബാക്കിൽ നിന്ന് വേണം ഷോൾഡർ നീളം എടുക്കാൻ. ഈ ബോൺ മുതൽ ഈ ബോൺ വരെ ഇവിടുന്ന് ടേപ്പ് ഇങ്ങനെ വെച്ച് ഇതേപോലെ ഇതിനിപ്പോൾ 14 ഇങ്ങനെ എടുക്കണം കേട്ടോ. നമ്മുടെ ഈ ജോയിൻ്റ് ഇല്ലേ, ഈ ജോയിൻ്റ് വരെ ഉള്ള നീളം കറക്റ്റായിട്ട്. ബോഡിയിൽ നിന്നായാലും ആ ബോൺ 2 ബോൺ തമ്മിൽ നീളം നോക്കണം. അങ്ങനെയാണ് ഷോൾഡറിൻ്റെ നീളം നോക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മളിപ്പോൾ ഷോൾഡർ എടുത്തു, ഇറക്കം എടുത്തു. ഇനി നമുക്ക് എന്താ വേണ്ടേ? ചെസ്റ്റ് വണ്ണം എടുക്കണം. ചെസ്റ്റ് വണ്ണം വേണ്ട, ഈ അളവിൽ നിന്ന് എടുക്കുമ്പോൾ ഈ ജോയിൻറ്റ് മുതൽ ഈ ജോയിൻറ്റ് വരെ, ഈ ജോയിൻറ്റ് മുതൽ ഈ ജോയിൻറ്റ് വരെ ടേപ്പ് ഇവിടെ വെച്ചതിന് ശേഷം ഇങ്ങനെ കറക്റ്റായിട്ട് ടേപ്പ് തുണി കൂടെ ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ എടുക്കണം. ആ നീളം ചെസ്റ്റ് വേണം എടുക്കുന്നത്. പിന്നെ വേസ്റ്റ് ഭാഗത്ത് നീളം നോക്കണം. അതായത് ഷോൾഡറിൻ്റെ നമ്മൾ ഈ വയറിൻ്റെ ഭാഗം ഇങ്ങനെ ഒതുങ്ങി കിടക്കുമല്ലേ, അവിടെ നിന്ന് ലെന്ത് 14.5 ഷോൾഡർ വേസ്റ്റ് ഭാഗത്തെ ലെന്ത്. അവിടുത്തെ വണ്ണം ആ ലെന്ത് എടുത്തെടുത്ത് വേസ്റ്റ് ലെന്ത് എടുത്തെടുത്ത് വണ്ണം എടുക്കണം. അതും അതേപോലെ തന്നെ കേട്ടോ. 17.5 വരും, 18 വരും കേട്ടോ. വേസ്റ്റ് ഭാഗത്തെ വണ്ണം 18. ഈ 18 ഫ്രണ്ടിൽ ഒരു ഭാഗത്താണ്, ബാക്കും ഫ്രണ്ടും കൂടെ വരുമ്പോൾ അതിൻ്റെ ഇരട്ടി എടുക്കണം. അതുപോലെ ചെസ്റ്റും അതേപോലെ തന്നെ ബാക്കും ഫ്രണ്ടും കൂടെ വരുമ്പോൾ അതിൻ്റെ ഇരട്ടി എടുക്കണം. ഇതിന് അമ്പർല ആയതുകൊണ്ട് നമുക്ക് സ്ലിറ്റിൻ്റെ ഭാഗം ഇല്ല. എന്നാലും കട്ടിങ്ങിൽ നമുക്കൊന്ന് നോക്കണം. കട്ടിങ്ങിൽ ഞാനത് പറഞ്ഞുതരാം. സ്ലിറ്റിൻ്റെ ലെന്ത് കണ്ടതിന് ശേഷം അവിടുത്തെ വണ്ണം മാർക്ക് ചെയ്തതിന് ശേഷം ഒരു ഇഞ്ച് കൂട്ടി അമ്പർല ഷേപ്പിൽ എടുക്കണം. സ്ലിറ്റ് വരുവാണെങ്കിൽ അതിൻ്റെ കട്ടിങ് വേറെയാണ്. അപ്പോൾ ആ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് വ്യക്തമാക്കാം കേട്ടോ. ഓക്കെ, നമുക്ക് കട്ടിങ്ങിലോട്ട്. എല്ലാവർക്കും നമസ്കാരം. നമുക്കിനി കട്ടിങ്ങിലോട്ട് പോകാം. സ്റ്റിച്ചിങ്ങിന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെയാണ് ഞാൻ ഇവിടെ വാങ്ങിച്ചത്. ഒരു ആംഹോൾ കർവ് വേണം, പിന്നെ സ്കെയില് വേണം, ഇതേപോലെ വളഞ്ഞൊരു സ്കെയില് വേണം. അത്യാവശ്യം ഇതൊക്കെ മതി കേട്ടോ. ടേപ്പും കത്രിയും ചോക്കും, അത്യാവശ്യം ഇതൊക്കെ മതി. പിന്നെ അതല്ല, നിങ്ങളിതൊന്നും വാങ്ങിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കുള്ളത് കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്യാം, പിന്നീട് വാങ്ങിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ തുണി ഇപ്പോൾ ഇങ്ങനെ 4ആയിട്ട് ഞാൻ മടക്കിയിട്ടുണ്ട്. കാണുന്നല്ലോ, വീഡിയോയിൽ കാണുന്നല്ലോ. നമുക്ക് ഇറക്കം എടുത്തിട്ടുണ്ട്, ഷോൾഡറിൻ്റെ ഭാഗത്തും ലൈൻ ചെയ്തിട്ടുണ്ട്. ഇനി ഷോൾഡർ എത്രയാണെന്ന് നോക്കണം. ഷോൾഡർ എടുക്കുമ്പോൾ ഈ തുണി നമ്മുടെ അളവ് കറക്റ്റ് ഇതേപോലെ ഇടണം. എന്നിട്ട് കണ്ടോ, ഇവിടുന്ന് ഈ ജോയിന്റ് മുതൽ ഇവിടം വരെയുള്ള നീളം നോക്കണം. ഈ കുട്ടിക്ക് 13.5 ഉണ്ട്. അപ്പൊ 13.5യുടെ പകുതി 6.75. 13.5യുടെ പകുതി ഷോൾഡർ എടുക്കുമ്പോൾ 6.75 പ്ലസ് 1/2 കേട്ടോ. കൈക്കുഴി 6.75 കൂടെ 1/2 ഇഞ്ച് കൂടെ കൂട്ടണം. ഇനി കൈക്കുഴി എടുക്കണം. ഇതേപോലെ ഈ ജോയിന്റ് മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ മതി. ടേപ്പ് ഇങ്ങനെ വെച്ചതിന് ശേഷം 6.5 എന്നിട്ട് ആം ഹോൾ റൗണ്ട് എടുക്കുന്നത് ഇതേപോലെ 9 വരും. 9, 9, 18. അപ്പോൾ 6 മാർക്ക് ചെയ്യുക. 6 മാർക്ക് ചെയ്തതിന് ശേഷം ഇവിടെ നമുക്ക് 6 ഉണ്ടോ എന്ന് ഉറപ്പ് വരുത്തണം. 6 മാർക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ ഇവിടെ ഷോൾഡർ എടുത്ത ഭാഗം അളവ് ഇവിടെ ഉണ്ടോ എന്ന് നോക്കണം. അപ്പോൾ അവിടെ ഉണ്ട്. എന്നിട്ട് നമുക്ക് അവിടാണ് ചെസ്റ്റ് ലൈൻ വരുന്നത് കേട്ടോ.
ഇവിടെ ജസ്റ്റ് വണ്ണം വരും. അവിടെ നമുക്ക് കൈക്കുഴി ഭാഗത്ത് ഷോൾ എടുത്തിട്ട് അവിടുന്ന് കൈക്കുഴി എടുത്തതിന് ശേഷം ആം കൊണ്ട് ലെന്ത് എടുത്തതിന് ശേഷം പിന്നെ ജസ്റ്റ് മാർക്ക് ചെയ്യണം. എന്നിട്ട് അവിടുത്തെ വണ്ണം നോക്കുക. വണ്ണം 19 സ്ട്രെയിറ്റ് ആണ് അത്. അപ്പൊ 20 എടുക്കാം കേട്ടോ. അപ്പൊ 20 40 അപ്പൊ ഇവിടെ നിന്ന് 40ന്റെ 4 ഭാഗം 10. 40ന്റെ 4 ഭാഗമാണ് 10. പിന്നെ തയ്യൽ തുമ്പ് 1.5 എടുക്കുന്നത് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം വേസ്റ്റ് ഭാഗത്ത് ലെന്ത് നോക്കിയിട്ട് നേരത്തെ പറഞ്ഞല്ലോ ഈ ഭാഗം ഇവിടാണ് വണ്ണം കുറവുള്ളത്. അവിടുത്തെ ലെന്ത് നോക്കുക. 14 1/2 ഇഞ്ച് ജോയിന്റിന് പോവും, ഷോൾഡർ ജോയിന്റ് പോവും. അപ്പൊ 14.5 എടുക്കുക. അപ്പൊ 14.5 മാർക്ക് ചെയ്യുക. അവിടുത്തെ വണ്ണം നോക്കുക. 17.5 അവിടുത്തെ വണ്ണം 17.5. ഇച്ചിരി ഞാൻ പറഞ്ഞല്ലോ അവിടെ 18 എടുക്കുന്നത്. 18 9 മാർക്ക് ചെയ്യുക. ഇത് 50 ആയതുകൊണ്ട് തിരിച്ചില്ല, എടുക്കുകയാണ്. എന്നാലും തെറ്റിന്റെ ലെന്ത് ഒന്ന് മനസ്സിലാക്കണം. നമ്മൾ ഇവിടുന്ന് തുടങ്ങും. ഇവിടുന്ന് ഷോൾഡറിന്റെ അവിടുന്ന് ഇങ്ങനെ നീളം വെക്കുക. ഇതിന്റെ ആ ചുറ്റുപാ ലെന്ത് ഒരു 20-21. എന്നിട്ട് അവിടുത്തെ വണ്ണം കൂടെ ഒന്ന് മനസ്സിലാക്കുക. 22 നമുക്ക് മാറ്റി വെക്കാം. ഇവിടുന്ന് നേരെ 20 ഞാൻ 20 എടുത്ത് കേട്ടോ. അവിടുത്തെ വണ്ണവും മാർക്ക് ചെയ്യാം. 22 ഒരു ഭാഗം കേട്ടോ. 11 ഇച്ചിരി ലൂസും കൂടെ ആണ്. 50 ആകുമ്പോൾ ഇച്ചിരി ലൂസും കൂടെ. ഓക്കെ, ഞാൻ മാർക്ക് ചെയ്ത്. ഇവിടെ നമുക്ക് 9. 18 അതിന്റെ ഭാഗം ഒരു ഭാഗം 9. ഇവിടെ തയ്യൽ തുമ്പ്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് മാർക്ക് ചെയ്യാം. സ്കെയിലുണ്ട്. വണ്ണത്തിന് ചെസ്റ്റ് ലൈൻ കൊണ്ടുവന്നു. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് മാറ്റി വെച്ചിട്ട് ഇതല്ലേ ചെസ്റ്റ് വണ്ണത്തിന് വേസ്റ്റ് ഭാഗത്ത് അവിടെ ചെസ്റ്റ് കൊണ്ടുവന്നതിന് ശേഷം സ്റ്റെപ്പ് വെച്ചതിന് ശേഷം വേസ്റ്റിൽ കൊണ്ടുവന്നു അവിടെ നമ്മൾ ലൈൻ ചെയ്തു. എന്നിട്ട് വേസ്റ്റ് നിന്ന് കണക്കാണല്ലോ. അപ്പൊ 11 ആ 11 ലൂസ് കൊടുക്കണം. ഇങ്ങനെ വെക്കണം. 50 ആയോണ്ട് കേട്ടോ. കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് കഴിയാം. ഈ ടേപ്പ് ഇങ്ങനെ വെച്ചാല് ഈ വീതി കിട്ടത്തില്ല, ഇത്രയും വിരിവ് കിട്ടത്തില്ല. അതുകൊണ്ട് ഒരു ഇഞ്ച് ഇങ്ങനെ മാറ്റിയതിന് ശേഷം ഇങ്ങനെ വെക്കുക ടേപ്പ്. എന്നിട്ട് നമുക്ക് ഇതേപോലെ കട്ട് ചെയ്ത് ഇതേപോലെ. എന്നിട്ട് നമുക്കിവിടെ ഷേപ്പ്. ഇനി തയ്യൽ തുമ്പ് ഇങ്ങോട്ട് വരുമ്പോൾ കുറച്ച് വിഭാഗം 1 ഇഞ്ച് വരരുത് കേട്ടോ. 1.5 ഇഞ്ച് വരരുത്. 1 ഇഞ്ച് അങ്ങനെ 1.5 കുറച്ച് കേട്ടോ. 1.5 എടുക്കാം. 1.5 എടുക്കാം. ഇവിടെ 1.5 എടുക്കാം. ഇവിടെ വരുമ്പോൾ 1 ഇഞ്ച് കാണാം തയ്യൽ തുമ്പ്. അല്ലെങ്കിൽ കൂട്ടിപ്പിടിച്ചാണെങ്കിൽ ഇങ്ങനെ എടുക്കാം. എന്നിട്ട് ഇവിടെ നമുക്കൊരു ഷേപ്പ് ഉണ്ട്. സെന്റർ മാർക്ക് ചെയ്യാം. ഈ ഉള്ള വീതിയുള്ള തുണി നമ്മളിലേക്ക് എടുക്കേണ്ടത്. തുണിക്ക് വീതി കുറവാ. അതിൽ അവർക്ക് യൂണിഫോമിന് കട്ട് പാടില്ലാത്തതുകൊണ്ട് വീതിയുടെ പകുതി മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തതിനു ശേഷം അവിടെ ഇങ്ങനെ വെച്ച് ഇങ്ങനെ ചെയ്യുന്ന എന്തിനാ, അല്ലാണ്ട് ഇവിടെ 1.5 ഇഞ്ച് കൂട്ടിയിട്ട് 1.5 ഇഞ്ച് മുകളിലോട്ട് മാർക്ക് ചെയ്തതിനു ശേഷം മതി. ഈ സൈഡ് അടിച്ചു വരുമ്പോൾ ഒരു വശം കൂടെ തുണി കറക്കാതിരിക്കാനാണ്
ഈ കട്ട് ചെയ്യുന്നത് കേട്ടോ. നിങ്ങൾക്ക് ഇതില്ലാന്നുണ്ടെങ്കിൽ, സ്കെയിൽ ഇല്ലാന്നുണ്ടെങ്കിൽ ആ കോർണറിൽ നിന്ന് 1.5 മാറ്റിയതിന് ശേഷം ഈ സെന്റർ വീതിയുടെ സെന്റർ മനസ്സിലാക്കിയതിന് ശേഷം ഇങ്ങനെ പോവാം. തേപ്പ് വെക്കുമ്പോൾ നമ്മുടെ ബ്രേസ്റ്റ് ഭാഗത്തെ ലെന്തിന്ന് ഇതുപോലെ വെക്കണം. ഇതില് കറക്റ്റായിട്ട് പറഞ്ഞു തരുന്നോണ്ട് വീഡിയോ ഇച്ചിരി ലെന്ത് കൂടും കേട്ടോ. നിങ്ങൾ മനസ്സിലാക്കി ചെയ്യണം. വീഡിയോ 2-3 പ്രാവശ്യം അറിയാവുന്നവര് പെട്ടെന്ന് മനസ്സിലാക്കാൻ, അറിയാൻ മേലാത്തവര് വീണ്ടും വീണ്ടും കണ്ട് മനസ്സിലാക്കണം. മനസ്സിലായ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓരോന്നും ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മൾ കൈക്കുഴി പിടിച്ചിട്ടില്ല, ഇവിടെ സെന്റർ മാർക്ക് ചെയ്യാം. ആരുടെ സെന്റർ 6 പകുതി 3 6 3/4 വരും. എന്നിട്ട് ആംകോൾ കർവ് ഉണ്ടെങ്കിൽ മണ്ണും ഇതും കൂടെ മാർക്ക് ചെയ്യാം. ഇങ്ങനെ വെക്കണം. 4 ഇഞ്ചിനെ വിട്ടിരിക്കണം, വണ്ണത്തിൽ തൊട്ടിരിക്കണം. നമ്മൾ പകുതി മാർക്കിന് ഇരിക്കണം. എന്നിട്ട് ഇതേപോലെ ഷേപ്പ് എടുക്കുക. ഇതില്ലാത്തൊരു 1.5 മാർക്കിന് മാർക്കിനനുസരിച്ച് നമുക്ക് ഇവിടെ കിട്ടിയ റൗണ്ട് അളവിലുണ്ടല്ലോ. ഈ കുട്ടിക്ക് കണ്ടത് ടൈപ്പ് നമുക്ക് 9 ആക്കാം കേട്ടോ. അപ്പോഴേക്ക് 8.9 ഉണ്ട്. കട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ കൊണ്ടുപോകരുത്, ഇങ്ങനെ ഇറക്കണം. ഇങ്ങനെ കൊണ്ടുവന്ന് കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കരുത്. ഒരു 4 ഇഞ്ച് വരെ പോയത് താഴോട്ട് ഇട്ടിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഇത്രേ ഉള്ളൂ. നമുക്ക് കട്ട് ചെയ്യാം. ഇങ്ങനെ ടച്ച് ചെയ്ത് പോണം, അധികം കയറ്റരുത് കേട്ടോ. ഇതേപോലെ ഒരു പാളിക്ക് കടിയിലോട്ട് കട്ട് പോയില്ല. ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം വേസ്റ്റ് ഇത് കാണുന്നില്ല, ഇങ്ങനെ ചെറുതായിട്ടൊക്കെ പോവുക. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗം 1/2 ഇഞ്ച് കുഴിച്ചിടണം. ഫ്രണ്ട് ഭാഗം 1/2 ഇഞ്ച് കുഴിച്ചിടണം. ഇവിടുന്ന് സെന്ററിലോട്ട് 1/2 ഇഞ്ച് കൊടുത്തിട്ട് ഇങ്ങനെ കൊടുത്താൽ ഈ സെന്റർ നമ്മൾ മാർക്ക് ചെയ്യില്ല, അവിടെ നിന്നോട് 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടുന്ന് ടച്ച് ചെയ്ത് ഇതേപോലെ ഇത് ഫ്രണ്ട് ഭാഗം എടുക്കണം. ഈ 2 പീസിൽ എടുക്കണം കേട്ടോ. ഫ്രണ്ട് ആണെന്ന് അറിയാൻ വേണ്ടി ഇവിടെ ഒരു ഡോട്ട് കൊടുക്കണം. ഇനിയിപ്പോ നമുക്ക് കൊടുക്കണം അളവ് നോക്കണം. ഈ കുട്ടിക്ക് 5.5 നെക്കിന്റെ ലെന്ത് വന്നേക്കുന്നത്. ബാക്ക് 5 വന്നേക്കുന്നത് 3.5, ഫ്രണ്ട് 5.5, വിത്ത് വന്നേക്കുന്നത്
6 6 പകുതി ഇവിടുന്ന് എടുക്കാം. ഇവിടെ വൈഡായിട്ട് വന്നേക്കും. ഇവിടെ 6 ഫ്രണ്ടിൽ ഒതുക്കി നെക്കിന്റെ ഈ ഭാഗം വൈഡായിട്ട് വന്നിരിക്കുന്നത്. ഇവിടെ 6 ഇവിടെ 6.5. അപ്പൊ അതനുസരിച്ച് കട്ട് ചെയ്യണം കേട്ടോ. അപ്പം 6.5 ഭാഗത്ത് നെക്കിന്റെ ഭാഗം 6.5 എടുത്തില്ലേ, 3.25 3.25 എടുക്കുന്നിടത്ത് നമ്മൾ 3 എടുത്താൽ മതി. കാരണം തയ്ച്ച് വരുമ്പോൾ അത് 3.25 ആവും. 3 എടുത്തു. 6.5 എടുത്തില്ലേ, സോറി 5.5 എടുത്തില്ലേ, 5.5 എടുത്ത് അവിടെ മാർക്ക് ചെയ്യുക. സ്ക്വയർ നമ്മൾ പെട്ടെന്ന് ക്ലാസ് എടുക്കാൻ കട്ട് ചെയ്യുമ്പോൾ പെട്ടെന്ന് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതുകൊണ്ട് ഇത്തിരി കൂടെ കൂടുന്നത്. ഇവിടെ നമുക്ക് ബാക്കിൽ വേണ്ടത് 3.5 അപ്പൊ 3.25 എടുത്ത് ഇങ്ങനെ, അത് യു ആണ് കേട്ടോ. അപ്പൊ ഈ സ്ക്വയർ വരച്ചതിന് ശേഷം ഇവിടുന്ന് ഇങ്ങനെ ഈ ഷേപ്പ് എടുക്കുക, കട്ടിങ് ഈ ഷേപ്പ് എടുക്കുക. ഇതിന്റെ നെക്കിന്റെയൊക്കെ ഡിസൈൻ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. എല്ലാ ടൈപ്പ് മോഡൽ നെക്കിന്റെ പാറ്റേൺ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പൊ ആ പാറ്റേൺ ഉണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് കട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മള് ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞല്ലേ, ഇനി നമുക്ക് എന്താ വേണ്ടേ, സ്ലീവ് കൂടെ കട്ട് ചെയ്യണം, നെക്കും കൂടെ കട്ട് ചെയ്യും, നെക്കിന്റെ പീസ് കൂടെ കട്ട് ചെയ്ത് വെക്കണം. ഇത് നമുക്ക് മടക്കി വെക്കാം. നമുക്ക് സ്ലീവ് എടുക്കാം. ഈ ബാക്കി വന്ന ഭാഗത്ത് നിന്ന് നമുക്ക് തുണി സ്ലീവ് എടുക്കണം. തുണി ഇങ്ങനെ 4ആയിട്ട് മടക്കിയിട്ടതിന് ശേഷം കൈയുടെ ഇറക്കം അനുസരിച്ച് നോക്കാം. ഇതെടുക്കുമ്പോ കിട്ടുമോ നോക്കാം. അപ്പൊ കിട്ടും. ഇങ്ങനെ എടുത്താൽ നമുക്ക് വണ്ണം കിട്ടത്തില്ല. ശരിക്കും എടുക്കേണ്ടത് ഇങ്ങനെയാണ്. അപ്പൊ അന്നേരം വണ്ണം കിട്ടത്തില്ല. അപ്പൊ നമുക്ക് ഈ രീതിയിൽ എടുക്കാം. തേരുവശം നീളാക്കുന്നു. എടുക്കുന്നത് നമ്മൾ എപ്പോഴും എടുക്കേണ്ടത് തേരുവശം ഇങ്ങനെ നീളാക്കി എടുക്കുന്നത്. ഇതുകൊണ്ട് ഇങ്ങനെ എടുക്കുമ്പോൾ വട്ടമാണെന്ന് വരുന്നത് കണ്ടാ. തുണി ഇല്ലാണ്ട് തികയത്തില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യണം. ഈ കൈയൊക്കെ എത്രയെന്ന് വെച്ചിട്ട് അതിന്റെ കൂടെ 1.5 ഇഞ്ച് കൂട്ടിയെടുക്കണം. ഈ ജോയിന്റ് മുതല് ഇവിടംവരെയുള്ള നീളം 16 ഉണ്ട്. 16 പ്ലസ് 1.5 17 ഉണ്ട്. 1 മതി കേട്ടോ. 17. എന്നിട്ട് ഇവിടുത്തെ വണ്ണം നോക്കാം. മസിൽ വണ്ണം എന്ന് പറയും. ഇത് 8 നമ്മൾ ലൂസൊക്കെ കൂട്ടണം. ടൈറ്റ് ആയതുകൊണ്ട് 1/2 ഇഞ്ച് കൂടെ കൂട്ടുന്നത്. അപ്പൊ 8.5. ഒന്നര. ഓക്കെ. ഇനി ഇവിടുന്ന് ഓപ്പൺ വരുന്ന ഭാഗത്തുനിന്ന് ഒരു 3.5 മാർക്ക് ചെയ്യാം. എന്നിട്ട് കൈ കുഴിച്ചോട്ടെ. നിങ്ങൾക്ക് 2 കണക്കുണ്ട്, അത് വേണമെങ്കിൽ പറഞ്ഞുതരാം. പിന്നെ കേട്ടോ. നമുക്ക് ഇവിടെ 1 ഇഞ്ച് ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം മുന്നിലോട്ട് ഇങ്ങനെ കൊണ്ടുപോകണം. കൈ ഇങ്ങനെ കുഴിച്ചിടണം. കൈയുടെ റൗണ്ട് അടിഭാഗത്തെ വണ്ണം എടുത്തില്ലേ, അവിടുത്തെ വണ്ണം 5.5 1 ഇഞ്ച് കൂടെ 1.5 ഇഞ്ച് കൂടെ കൂട്ടാം. 5.5 പ്ലസ് 1
അരയും കൂടെ ആകുമ്പോൾ 7. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു സ്കെയിൽ ഉണ്ടെങ്കിൽ ആ ഷേപ്പിൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇത് കറക്റ്റ് ആണെന്ന് നോക്കുക. ഉണ്ടോ? ഇവിടെ ജോയിൻ ചെയ്ത് പോവും. ഉണ്ടോ? നമ്മൾ എടുത്ത കണക്കനുസരിച്ച് എഴുതുമ്പോൾ കറക്റ്റാ. ഇങ്ങനെ കൈക്കുഴി കുഴിച്ചോട്ടി തീർന്നില്ലേ? ഈ റൗണ്ടും ഇതും കൂടെ കറക്റ്റ് ആണെന്ന് നോക്കണം. അപ്പൊ ഇത് കറക്റ്റാ. ആം ഹോൾ റൗണ്ടും കൈക്കുഴിയുടെ റൗണ്ടും കൂടെ നമ്മൾ എടുത്ത് കറക്റ്റ് ആണെന്ന് നോക്കണം. ഉണ്ടെങ്കിൽ പിന്നെ പാടായിരിക്കും. അതനുസരിച്ച് ഇങ്ങനെ ഇറക്കം കൂട്ടിയൊക്കെ ചെയ്യണം. ഓക്കെ, കട്ട് ചെയ്യട്ടെ. ഇവിടെ നിന്ന് ഇങ്ങനെ ഇതേപോലെ 1 ഇഞ്ച് ഇങ്ങനെ മാറ്റിയിട്ടതിന് ശേഷം നമ്മുടെ ആ തുണി കത്രിയും കൈയും കൂടെ ഒന്ന് വളച്ചെടുക്കും. കണ്ടോ? ആ കൈ ഷേപ്പ് എടുക്കാം. കട്ട് ചെയ്ത് മനസ്സിലായിക്കോളും കേട്ടോ. സെന്റർ ഭാഗം മാർക്ക് ചെയ്യാം. എന്നിട്ട് രണ്ട് കൈ ഒരു വശത്തുനിന്ന് ഇങ്ങനെ മാർക്ക് ചെയ്തതിന് ശേഷം ഇങ്ങനെ സെന്റർ മാർക്ക് ചെയ്തില്ലേ? ഇവിടുന്ന് 1 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടുന്ന് നമ്മൾ തയ്യൽ തുമ്പ്. എന്നിട്ട് ഇതിന്റെ ഇത്രയും കൂടെ നീളം നോക്കുക. 7.5. അപ്പം പകുതി 3.75 വരെ. അവിടെ നിന്ന് 3.5 ഇഞ്ച് ഇങ്ങോട്ട് കയറ്റിയിട്ട് എന്നിട്ട് ഇതേപോലെ ഫ്രണ്ട് ഭാഗം കുഴിച്ചു വെട്ടുന്നു കേട്ടോ. 1/2 ഇഞ്ച് ഇവിടുന്ന് സെന്റർ മാർക്ക് ചെയ്തതിന് ശേഷം 1/2 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഇതേപോലെ നമ്മൾ ബോഡിക്ക് വെട്ടിയില്ലേ? അതേപോലെ കേട്ടോ. സെന്റർ ആവുന്ന അറിയാൻ വേണ്ടി ഇതേപോലെ മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ സ്ലീവും ബോഡി പാർട്ടും കട്ട് ചെയ്ത് അല്ലേ? ഈ നെക്കിന്റെ ആ പീസ് വെച്ച് കട്ട് ചെയ്താൽ മതി. തയ്ക്കാൻ നേരം നമുക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്യുക, അല്ലെങ്കിൽ തുണിയിൽ കട്ട് ചെയ്യാം. ഇത് തുണിയിലാണ് കട്ട് ചെയ്തേക്കുന്ന ഒരളവിൽ കേട്ടോ. അപ്പൊ എന്ത് ചെയ്യണം? നമ്മൾ ആ തുണി എടുത്തിട്ട് കട്ട് ചെയ്ത ഭാഗം ഉണ്ടല്ലേ, ഇത് നമുക്ക് മാറ്റി വെക്കാം. വേസ്റ്റ് ഭാഗം വരും, കൈക്കുഴ കുഴിച്ചു വെട്ടിയ ഭാഗം വരുമ്പോൾ അതിൽ നിന്നൊക്കെ എടുക്കണം കേട്ടോ. കറക്റ്റ് ഇങ്ങനെ മടക്കി വെച്ച് എൻ്റെ ബാക്കിന്റെ ഇതാണ് ഇത്. ബാക്കിലെ നെക്കിന്റെ അതേ റൗണ്ട് എടുത്തു. ഒരു 1-1.5 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ചിങ് വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ. അപ്പൊ നിങ്ങൾ കമന്റും പ്രോത്സാഹനമൊക്കെ അനുസരിച്ച് വേണം എനിക്ക് വീഡിയോ ഇട്ടുകൊണ്ടിരിക്കാൻ. നിങ്ങൾക്ക് തുടർന്ന് വീഡിയോസ് ഉണ്ടാവും, ക്ലാസ്സുകൾ ഉണ്ടാവും. ഓരോ ക്ലാസ്സിലും ഞാൻ ഇങ്ങനെ പറഞ്ഞു തരും. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കി എല്ലാം ചെയ്യണം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ചതുരമാണ് ഫ്രണ്ടിൽ വേണ്ടത്. അപ്പൊ ആ വെട്ടിയെടുത്ത ഭാഗം നമുക്ക് മാറ്റി വെച്ചിരിക്കണം, കളയരുത് കേട്ടോ. അല്ലെങ്കിൽ ബോഡി പാർട്ട് എടുക്കണം. ഇതേപോലെ ചെയ്യണം. ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ അടിയിൽ തുണി ഉണ്ടോ നോക്കണം കേട്ടോ. അല്ലെങ്കിൽ കയറിപ്പോയാൽ പിന്നെ നമുക്ക് പിന്നെ സമയം പോകും. ഇതിപ്പം മാർക്ക് ചെയ്യാം. അതിന്റെ അരികിൽ കൂടെ ഒരു മാർക്ക് ചെയ്യുക. വീതി നമുക്ക് നോക്കുക. 1.5 ഇഞ്ച് മതി. തയ്ച്ച് വരുമ്പോൾ 1 നിൽക്കും. തയ്യൽ തുമ്പെല്ലാം കഴിഞ്ഞ് അല്ല, ഇത് ഇത്രയും നമുക്ക് കട്ട് ചെയ്ത് മാറ്റി. കഴുത്ത് ഭാഗവും കട്ട് ചെയ്തു. ഇത്രയും കട്ട് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലാക്കി തുണി കെട്ടി വെക്കണം. അത് കളർ നൂലെടുത്ത് തയ്ക്കണം കേട്ടോ. ഓക്കെ, അപ്പം നിങ്ങൾ എല്ലാവരും ചെയ്ത് നോക്കുക.
മനസ്സിലാക്കുക എല്ലാം ഉണ്ട് കേട്ടോ. നമുക്ക് ഓൺലൈൻ ക്ലാസ്സും ഓഫ്ലൈൻ ക്ലാസ്സും ഉണ്ട്. പാറ്റേൺ കൊടുക്കുന്നുണ്ട്. നെക്ക് പാറ്റേൺ ഉണ്ട്, ചുരിദാറിന്റെ പാറ്റേൺ ഉണ്ട്, പിന്നെ നൈറ്റിയുടെ പാറ്റേൺ ഉണ്ട്, ബ്ലൗസിന്റെ പാറ്റേൺ ഉണ്ട്. ഇവയെല്ലാം ഉണ്ട് കേട്ടോ. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവരും ചെയ്ത് നോക്കണം. ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം കേട്ടോ. നിങ്ങൾ കമൻറ്റ് ലൈക്ക് ഒക്കെ ചെയ്താലേ എല്ലാവരും എത്തുള്ളൂ. ഷെയർ ഒക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ, നിങ്ങളെ അഭിപ്രായം പറയുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. സ്റ്റിച്ചിങ് വീഡിയോ വേണമെങ്കിൽ പറയണേ. സ്റ്റിച്ചിങ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം കേട്ടോ.